നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സംവിധാനം പിരിച്ചുവിടാൻ പാർട്ടി ആലോചിക്കുന്നതായി സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ മീഡിയ സംവിധാനം പിരിച്ചുവിടാൻ പാർട്ടി ആലോചിക്കുന്നതത്രേ. KPCCയുടെ എക്സ് ഹാൻഡിലിൽ വന്ന ഒരു പോസ്റ്റ്, ബീഹാറുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പോസ്റ്റ് വലിയ തോതിൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചു. BJP അത് ബീഹാറിൽ നന്നായി ഉപയോഗിക്കുകയും ഇതേ തുടർന്ന് AICC നേതൃത്വം ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല വഹിക്കുന്ന KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആ സ്ഥാനം രാജിവെച്ചതായും വാർത്തകൾ വന്നു. KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചെയർമാൻ VT ബൽറാം ആണെങ്കിലും അദ്ദേഹം ഇപ്പോൾ നേരിട്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. മറ്റു ചിലരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. പക്ഷേ പഴി വന്നപ്പോൾ അത് മുഴുവൻ VT ബൽറാമിൻ്റെ തലയിൽ വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ സംവിധാനം മുഴുവൻ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാലോ എന്നുള്ള ആലോചന കോൺഗ്രസിൽ സജീവമായത്. കാരണം ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് പലർക്കും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്തെന്ന് വലിയ പിടുത്തമില്ലത്രേ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ മറ്റും ഇടുന്നത്. പ്രത്യേകിച്ച് എക്സ് ഹാൻഡിൽ വന്ന ആ ബീഹാറിനെ സംബന്ധിച്ച BD ഫോർ ബീഹാർ എന്നൊക്കെ തുടങ്ങിയ ആ ഒരു പോസ്റ്റ്, അത് വലിയ തോതിൽ ബീഹാറിനെ അല്ലെങ്കിൽ ബീഹാറിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണെന്നുള്ള പ്രചരണം BJPക്ക് നടത്താൻ സഹായകമായി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് AICC നേതൃത്വം ഇടപെട്ട് പെട്ടെന്ന് ആ ഒരു എക്സ് ഹാൻഡിൽ വന്ന പോസ്റ്റ് പിൻവലിപ്പിച്ചത്. ഇത്തരത്തിൽ കുറച്ചുകൂടെ അവധാനതയില്ലാതെ, ശ്രദ്ധയില്ലാതെ പോസ്റ്റുകൾ ഇടുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് AICCയുടെ നിർദ്ദേശപ്രകാരം ഈ ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിട്ട് ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കൃത്യമായി പാർട്ടി ആശയങ്ങളും കോൺഗ്രസ് ഐഡിയോളജിയും ആശയങ്ങളും എല്ലാം കൈമുതലായി കൃത്യമായി കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്ന ആളുകളെ ഇതിന് തലപ്പത്ത് നിയോഗിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത്. VT ബൽറാമും ഇത്തരത്തിൽ ഒരു അഭിപ്രായക്കാരനാണ്. കാരണം അദ്ദേഹം ചെയർമാൻ ആയിരുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഡിജിറ്റൽ സെല്ലിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നെങ്കിലും അദ്ദേഹം ഇക്കാര്യങ്ങളൊന്നും നേരിട്ട് ഇടപെടാതെ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇത് ചില ആളുകൾ, പ്രത്യേകം ചില ആളുകൾ അവരുടെ കൈവശം വെച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടി ഡിജിറ്റൽ മീഡിയ സെല്ല് വഴി പാർട്ടിക്കുണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സംവിധാനം പിരിച്ചുവിട്ട് ഒരു പുതിയ സംവിധാനം ആ തൽസ്ഥാനത്ത് ഏർപ്പെടുത്താനുള്ള നീക്കം സജീവമായി നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഡിജിറ്റൽ മീഡിയ സംവിധാനം വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ പോലും ഒരു സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അനങ്ങാപ്പാറ പോലെ നിൽക്കുന്ന ഒരു സംവിധാനം എന്തിനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ള ചോദ്യം പോലും ഉയർത്തിക്കഴിഞ്ഞു. കാരണം ആ സംവിധാനം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രയോജനവും ഇതുവരെ കിട്ടിയിട്ടില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും യാതൊരു പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല. പാർട്ടിക്കൊട്ടാകെയും ഇത്തരത്തിൽ വലിയ പ്രയോജനമൊന്നും കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സംവിധാനം കൊണ്ടുണ്ടായിട്ടില്ല. CPMൻ്റെയോ BJPയിലെയോ ഡിജിറ്റൽ മീഡിയ സംവിധാനം പോലെയല്ല കോൺഗ്രസിൻ്റേത്. ഇത് ആരാണ് നയിക്കുന്നത്, ആരാണ് ഇതിനുള്ളിൽ നിന്ന് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പിരിച്ചുവിട്ട് കുറേ കൂടി പാർട്ടി അവബോധമുള്ള, പാർട്ടി രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്ത് വന്ന് അതിനെ പുനഃസംഘടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ഡിജിറ്റൽ മീഡിയ സംവിധാനം പിരിച്ചുവിട്ട് തൽസ്ഥാനത്ത് പുതിയൊരു സംവിധാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും അറിയാൻ കഴിയുന്നത്.